ഇത് നമ്മൾ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് ആദ്യം ഓയിലും നെയ്യും കൂടി ചേർത്ത് അതിലേക്ക് ഒരു ചെറിയ സവാളയും കൂടി ചേർത്ത് സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് 2.5 കപ്പ് അരിയാണ് ഞാൻ അവിടെ ചേർത്തിട്ടുള്ളത്. അത് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് ഞാൻ വറുത്തിട്ടാണ് ഇന്നിവിടെ ബിരിയാണി വെക്കുന്നത്. അതൊന്ന് വറുത്തെടുത്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും സ്പൈസസും ഉപ്പും ചേർത്ത് അടച്ചു വെക്കും. ലോ ഫ്ലെയിമിലിട്ടിട്ട് അരി അവിടെ നിന്ന് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് മസാല തയ്യാറാക്കാം. വേറൊരു പാൻ വെച്ചിട്ട് ആദ്യം അവിടെ ദമ്മിനുള്ള ഉള്ളിയാണ് പൊരിച്ചെടുക്കുന്നത്. നെയ്യും ഓയിലും കൂടി ചേർത്തിട്ട് ഉള്ളി ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കുക. ആ പൊരിച്ച ഉള്ളിയിൽ തന്നെ മഞ്ഞളും ഉപ്പും മുളകും ഇത് മാത്രം ചേർത്ത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണിത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ ചെമ്മീൻ ബിരിയാണി വെക്കുന്ന സമയത്ത് ചെമ്മീനെ ഞാൻ ഒരുപാട് അങ്ങ് പൊരിച്ചെടുക്കാറില്ല, അതായത് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കാറൊന്നുമില്ല. ചെമ്മീൻ ഒരു ചെറിയൊരു ലോ കുക്ക്, ഒരു ചെറിയൊരു റോസ്റ്റ് രൂപത്തിൽ മാത്രമാവാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചെമ്മീന് വറ്റി വരുന്നൊരു വെള്ളമുണ്ട്. ആ വെള്ളം നമ്മൾ മസാലയിൽ കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ അത് ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയത്ത് അതൊന്നും ഇല്ലാണ്ടാവും. ഇനി ചെമ്മീൻ വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് വെക്കും. അതൊരു മീഡിയം സൈസ് 2 വലിയ സവാളയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. സവാള നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് തക്കാളി ചേർക്കാം. ഞാൻ പൊതുവെ ഈ ഫിഷിൻ്റെ മസാലയിൽ ഉണ്ടാക്കുമ്പോൾ തക്കാളി കുറച്ച് അധികമായിട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു 3 തക്കാളി ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്തിട്ടുള്ള തക്കാളിയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ആദ്യം ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ ദം ബിരിയാണിയിൽ ഞാൻ കിസ്മിസും കാഷ്യൂസും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചിട്ട് തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. അതാകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നാറുണ്ട്. ഇനി ഇതും ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിൽ ഒരു മസാലകളും ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചെമ്മീനിൽ ചേർത്തിട്ടുള്ള ഉപ്പ്, മുളക്, മഞ്ഞൾ മാത്രമാണ് ഈ മസാലയിലുള്ളൂ. വേറൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ചേർക്കുമ്പോൾ പൊതുവെ ഈ ബിരിയാണീൻ്റെ മസാലയ്ക്ക് ഒരുപാട് വ്യത്യാസം വരുന്ന പോലെ തോന്നാറുണ്ട്. ഇനി ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മസാലകളൊന്നും ചേർക്കാതെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ചെമ്മീൻ്റെ ഒരു ടേസ്റ്റ് ബിരിയാണിയിൽ നന്നായിട്ടുണ്ടാവും. ഒരുപാട് മസാലകൾ വാരിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ചോറ് നോക്കാം. ഇത് ഫുൾ കുക്കഡ് അല്ല കേട്ടോ, ഒരു 1/4 ഭാഗം കുക്കിംഗ് ബാക്കിയുണ്ട്. നമ്മളെപ്പോഴും ബിരിയാണിക്ക് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 1/4 ഭാഗം കുക്കിംഗ് എപ്പോഴും ഒഴിച്ചു വിടണം കേട്ടോ. അങ്ങനെ ആവുമ്പോൾ ആ റൈസ് പെർഫെക്റ്റ് ആവുള്ളൂ. ഇനി നമുക്ക് മസാല ആയിട്ടിട്ട് ദമ്മ് ചെയ്യാം. ഈ ഒരു ദമ്മ് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മൾ പല സ്ഥലങ്ങളിലും വ്യത്യാസമുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ദം സിസ്റ്റം തന്നെയാണ് തലശ്ശേരി ബിരിയാണിനെ ഒരു പ്രത്യേകത എടുത്ത് കാണിക്കുന്നത്. ഈ ദമ്മ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ കിസ്മിസും കാഷ്യൂസും എല്ലാം ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിൽ ഈ സാധനം എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ആരും അങ്ങനെ എടുത്ത് തിന്നൂല, പുറത്ത് വെറുതെ എടുത്ത് കളയുക ചെയ്യാം. നേരെ മറിച്ചിട്ട് ഞാനതൊരു പായസത്തിലായിട്ടും ചേർത്താണെങ്കിൽ പിന്നെ ഓക്കെ. അതുകൊണ്ട് ഞാനിന്ന് ഇതിൽ ചേർത്തിട്ടേ ഇല്ല. മല്ലിയിലയും ഫ്രൈഡ് ഒനിയൻസ് മാത്രം വെച്ചിട്ട് ദമ്മിടുന്ന കേട്ടോ. പിന്നെ ഈ ദമ്മിടുന്ന സമയത്ത് കുറച്ച് മസാലപ്പൊടി, ഗരം മസാലപ്പൊടി കൂടി അതിൻ്റെ മേലെ ഒന്നിങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. അത് ഓൾറെഡി ഞാൻ ഈ ചോറ് വേവിക്കുന്ന സമയത്ത് സ്പൈസ് വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ബേ ലീവ്സാണ് കുറച്ച് കൂടുതൽ ഇട്ടത്. മറ്റുള്ളത് പൊതുവെ ഇട്ട് കഴിഞ്ഞാൽ ഈ ചോറിൻ്റെ കളറ് ഒരുപാടങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗരം മസാല അവസാനം ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഗീ കൂടി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാൻ ആ ഗീ എടുക്കുന്നില്ല, കാരണം ഇവിടെ ഒരുപാട് നെയ്യുള്ള ചോറ് വെച്ച് കഴിഞ്ഞാൽ അതും ഭയങ്കര കുലുമാലായിരിക്കും. സോ നെയ്യെല്ലാം കുറച്ചിട്ടുള്ളൊരു ബിരിയാണി ഇഷ്ടമുള്ള ആൾക്കാരെ ഇവിടെ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അതുകൂടി ചെയ്യണം. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള പാത്രത്തിലാണ് ദമ്മിടുന്നെങ്കിൽ ആ പാത്രം ടിഷ്യൂ ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ദമ്മിടൽ ഇങ്ങനെയാണ്.
എൻ്റെ ഒരു പഴയ ഫ്രൈ പാനിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ദം ചെയ്യല. അപ്പോൾ ഒരു 15-20 മിനിറ്റ് ഞാൻ അങ്ങനെ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടിപൊളിയായിട്ടുള്ള ഒതൻറ്റിക് റെസിപ്പി തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സത്യം പറഞ്ഞാൽ ഈ ചെമ്മീൻ ബിരിയാണി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. എനിക്ക് ചിക്കനേക്കാളും ബീഫിനേക്കാളും മട്ടനേക്കാളൊക്കെ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം ചെമ്മീനാണ്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെമ്മീൻ ബിരിയാണി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ പൊതുവേ ഈ ദം ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത്, ദമ്മ് പൊട്ടിക്കാന്ന് നമ്മൾ പറയാ സമയത്ത്, അവസാനം വരുന്ന സമയത്ത് മെല്ലെ മെല്ലെ വേണം കേട്ടോ ആ ചോറെടുത്ത് മാറ്റാൻ. പിന്നെ നമ്മൾ ഈ തലശ്ശേരി ബിരിയാണി മസാലയിൽ കുറച്ച് ചോറ് ഉണ്ടാവും കേട്ടോ. മസാലയിൽ കുറച്ച് ചോറ് ഇങ്ങനെ മിക്സായി കിടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഞാൻ ചെയ്ത പോലെ ഇങ്ങനെ പാൻ അടിയിൽ വെച്ച് ദം ചെയ്തതിനാൽ നിങ്ങൾ നോക്കിക്കോ, അടിയിലൊന്നും പിടിക്കൂല കേട്ടോ. നമ്മൾ ചെയ്യുന്ന പാത്രം നല്ല ക്ലീൻ ആയിരിക്കും എപ്പോഴും, അടിയിൽ കരിയൊന്നും പിടിക്കൂല. അപ്പം നമ്മളെ റൈസ് ഇവിടെ റെഡിയാണ്, മസാല ഇവിടെ റെഡിയാണ്. ഇനി ചെറിയൊരു കട്ടൻ ചായയും കൂടി വെച്ചിട്ട് ഇത് തിന്നാൽ മതി. പിന്നെ ഞങ്ങളുടെ ഒരു കാര്യം പറയട്ടെ, ഞാനിങ്ങനെ ഇതിൻ്റെ മസാല ബാക്കി ഉണ്ടായാൽ എന്താ ചെയ്യാമെന്നറിയോ, പിറ്റേന്ന് നമ്മൾ റൈസ് സാധാ റൈസ് ഉണ്ടാക്കുമല്ലോ, വെറും ചോറ്, ആ സമയത്ത് ആ വെറും ചോറിൽ ഈ മസാല മിക്സ് ആക്കിയിട്ട് ഞാൻ തിന്നും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ തിന്നാൻ. പിന്നെ എനിക്ക് പൊതുവെ ഈ ബിരിയാണിക്ക് ഉള്ള സൈഡ് ഡിഷൊന്നും ഇഷ്ടമല്ല. അച്ചാറ്, ചമ്മന്തി, തൈര് ഇതൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ എല്ലാവർക്കും അത് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്